ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ LDCയുടെ ബാക്കിയുള്ള ജില്ലകളിലുള്ളവർ തകൃതിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇന്നും നമ്മൾ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് അറിഞ്ഞിരിക്കേണ്ടവയാണ്, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. കഴിഞ്ഞ ആ ഒരു എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടേക്കണേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും തന്നെ മറക്കരുത്. മാത്രമല്ല നമ്മൾ ഇതുവരെ കുറേയധികം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് ചോദിച്ചിട്ടുമുണ്ട് കേട്ടോ. ലേറ്റസ്റ്റ് നടന്ന PSC എക്സാംസിന് എസ്പെഷ്യലി കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ ബാക്കിയുള്ള സബ്ജക്ട്സിൽ നിന്നും നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സ്റ്റേറ്റ്മെന്റ് ലെവലൊക്കെ കണ്ടിരുന്നു. ഇപ്പോൾ നാമിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ഒക്കെ നിങ്ങൾ കണ്ടു കാണാം ലേറ്റസ്റ്റ് നടന്ന എക്സാമിലൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിരുന്നു. അതുപോലെ തന്നെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ, ഓരോ ഘട്ടങ്ങൾ അതിൻ്റെയൊക്കെ. അപ്പോൾ അതൊക്കെ കാണാത്തവർ തീർച്ചയായിട്ടും അതും കണ്ടേക്കണം കേട്ടോ. കറണ്ട് അഫയേഴ്സിന്റെ ഭാഗങ്ങളും നമ്മൾ റിലേറ്റഡ് ഫാക്ട്സ് അടക്കം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നന്നായി കണ്ടേക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലോകബാങ്കിന്റെ 2022 GDP റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ സാമ്പത്തിക ശക്തിയുള്ള രാജ്യം. ഈ ഒരു ക്വസ്റ്റ്യൻ വേൾഡ് ബാങ്കിനെ സംബന്ധിച്ചിട്ടാണ്, അല്ലെ വേൾഡ് ബാങ്ക് ഇറക്കുന്ന ഒരു റിപ്പോർട്ട് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് വേൾഡ് ബാങ്കിന്റെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാറ്റോ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്നാണ് നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം LDCയുടെ ഫസ്റ്റ് സ്റ്റേജിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ UNO, അതായത് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ഉണ്ട് അല്ലെ, ആ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ അതൊരു കറണ്ട് അഫെയറുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ UN സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് മാത്രമല്ല മറ്റ് സംഘടനകൾ, UN മാത്രമല്ല മറ്റ് സംഘടനകൾ, നാറ്റോ, അതുപോലെ തന്നെ എന്താ പറയാ ASEAN, G20 ഇങ്ങനെയുള്ള സംഘടനകൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, നമുക്ക് ഇവിടെ വേൾഡ് ബാങ്കിനെ സംബന്ധിച്ചായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കാൻ പറയാം. അറിയാവുന്നതായിരിക്കും എല്ലാവർക്കും, ബ്രെട്ടൻ വുഡ് ട്വിൻസ് എന്നാണ് വേൾഡ് ബാങ്കും IMFും അറിയപ്പെടുന്നത് അല്ലെ. അപ്പോൾ ഈ വേൾഡ് ബാങ്കിന്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോക ബാങ്കിന്റെ അഥവാ വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് എപ്പോഴും ആരായിരിക്കും എന്നറിയോ? അമേരിക്കക്കാരനായിരിക്കും. ഓക്കെ, അമേരിക്കക്കാരനായിരിക്കും വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ്. എന്നാൽ IMFന്റെ പ്രസിഡന്റ് അല്ല, ഡയറക്ടർ എപ്പോഴും ഒരു യൂറോപ്യൻ പൗരനായിരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളോട് 5ാമത്തെ സാമ്പത്തിക ശക്തിയുള്ള രാജ്യമായിട്ട് 2022 GDP റിപ്പോർട്ട് അനുസരിച്ച് ഇത് വന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ആൻസർ ആയിട്ട് വരുന്നത് ഇന്ത്യയാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ആരാണെന്നല്ലേ? ഫസ്റ്റ് അമേരിക്കയാണ്. ഓക്കെ, നെക്സ്റ്റ് 2022 IMFന്റെ പ്രഥമ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായ ആദ്യ ഇന്ത്യൻ വംശജ. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ആ ഒരു ഇതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ വേൾഡ് ബാങ്ക് IMFന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഇവിടെ 2022 IMFന്റെ പ്രഥമ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായ ആദ്യ ഇന്ത്യൻ വംശജയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ. അപ്പോൾ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്ന ആരാന്നറിയോ? ഗീത ഗോപിനാഥ. അടുത്ത ചോദ്യം, 2024 ജൂണിൽ നിയമസഭാ സെക്രട്ടറിയായി നിയമിതനായത് എന്നാണ് കേട്ടോ. ടൈപ്പ് ചെയ്ത് വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്. ഓക്കെ, ഡോക്ടർ N കൃഷ്ണകുമാർ ആണ് കേട്ടോ 2024 ജൂണിൽ നിയമസഭാ സെക്രട്ടറിയായി നിയമിതനായത്. അടുത്ത ചോദ്യം, 2022 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച നോവലായ സമ്പർക്ക ക്രാന്തി ആരുടേതാണ് എന്നുള്ളതാണ് ചോദ്യം. ആരുടേതാണെന്നറിയോ? V ഷിനിലാലിന്റെ ആണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന്റെ, അതായത് V ഷിനിലാലിനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2022 ലഭിച്ചത്. ഏത് മികച്ച നോവൽ എന്നുള്ള കാറ്റഗറിക്കാണ്. അപ്പൊ മികച്ച നോവൽ ഏതാണ്? അദ്ദേഹത്തിന്റെ സമ്പർക്ക ക്രാന്തിയാണ് കേട്ടോ. അടുത്തത് നോക്കുക, കാലപ്പകർച്ച എന്ന കൃതി 2023 അന്തരിച്ച ഏത് പ്രശസ്ത എഴുത്തുകാരിയുടേതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. P വത്സല, ദേവകി നിലയംകൂട്, ദേവകി അന്തർജനം. ഇവരാരുമല്ല, ദേവകി നിലയംകൂടിന്റെയാണ് കേട്ടോ. അവരുടെയാണ് കാലപ്പകർച്ച എന്ന കൃതി. 2023 ജൂലൈയിലാണ് പ്രശസ്തിയായ എഴുത്തുകാരി അന്തരിച്ചത് കേട്ടോ. 2023 ജൂലൈയിലാണ് അന്തരിച്ചത്. അപ്പോൾ റെലവെന്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വരയുടെ പരമശിവൻ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻസ്: KCS പണിക്കർ, രാജാ രവിവർമ്മ, KM വാസുദേവൻ നമ്പൂതിരി. ഇവരാരുമല്ല, KM വാസുദേവൻ നമ്പൂതിരിയാണ് കേട്ടോ. പക്ഷേ അദ്ദേഹം അറിയപ്പെടുന്നത് ഈ പേരിലല്ല, മെയിനായിട്ട് ആർട്ടിസ്റ്റ് നമ്പൂതിരി എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഇത് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുമായിരിക്കും. അദ്ദേഹം 2023 അന്തരിക്കുന്നത്. അപ്പോൾ റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ ഇത്. അടുത്ത ചോദ്യം, UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് 2023 വേദി. ഈ UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസിനെ നമ്മൾ COP28 എന്ന് പറയും കേട്ടോ. 2023 UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസിനെ COP28 എന്ന് പറയും. ആക്ച്വലി എന്താണ് ഈ COP എന്നറിയോ? എൻ്റെ ഫുൾ ഫോം കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്നാണ്. കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്നാണ് കേട്ടോ. അപ്പോൾ ഈ COP28 വേദി UAE ആണ്. അതേസമയം 22 വേദി ഈജിപ്റ്റ് ആണ് കേട്ടോ.
ഈജിപ്തിലെ ഷാം എൽ ഷൈഖ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ COP 27 വേദി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, COP 27 വേദി ഇതാണ്. എന്നാൽ ഈ പറഞ്ഞ COP 27 നമ്മൾ 28 കണ്ടു, 27 കണ്ടു, 26 അത് ആക്ച്വലി UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് 2020 ആണ്. പക്ഷെ അത് നടന്നത് 2021 ഓക്കെ. അപ്പോൾ അത് എവിടെയാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ്ഗോയിലാണ് കേട്ടോ. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. കാരണം COP 26 ആക്ച്വലി 2020 അത് ഉദ്ദേശിക്കുന്നത്. UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് 2020 പക്ഷെ നടന്നത് 2021 കേട്ടോ. അടുത്ത ചോദ്യം ഒരു തിരുത്തണ്ട, വേറെ ഒന്നുമല്ല. പെട്ടെന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കം മുൻകൂട്ടി കണ്ടറിഞ്ഞ് ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്ക് സൂചന നൽകുന്നതിനായുള്ള WMOയുടെ നോഡൽ സെന്ററായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതാണെന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അടിച്ചു വന്നപ്പോൾ ജസ്റ്റ് WMO എന്നുള്ളത് ഫസ്റ്റ് ആയി പോയി. ഓക്കെ, അപ്പോൾ WMOയുടെ നോഡൽ സെന്ററായിട്ട് പ്രവർത്തിക്കുന്ന, അതായത് ഇങ്ങനെയുള്ള പെട്ടെന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കം മുൻകൂട്ടി കണ്ടറിഞ്ഞ് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾക്ക് സൂചന നൽകുന്നതിനായുള്ള നോഡൽ സെന്ററായിട്ട് പ്രവർത്തിക്കുന്ന രാജ്യം ഏതാണ്? തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതാണ്? ഇന്ത്യയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ, അതാണ് WMO അഥവാ ലോക കാലാവസ്ഥാ സംഘടന. ഇത് UN സ്പെഷ്യലൈസ്ഡ് ഏജൻസി ആകുന്നത് 1951 കേട്ടോ. അപ്പോൾ ഇക്കാലത്തൊക്കെ വളരെയധികം റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഇതൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. അടുത്ത ചോദ്യം, ലോക പുകയില വിരുദ്ധ ദിനം ഏതാണെന്നറിയോ? ഡയറക്റ്റ് ആൻസർ തന്നെ നമുക്ക് നോക്കിയേക്കാം അല്ലെ. വേറൊന്നുമല്ല, മെയ് 31 കേട്ടോ. അടുത്തത്, കേരളത്തിന്റെ പുതിയ ലോകായുക്തയായി നിയമിതനാകുന്നത്. ഓപ്ഷൻസ് നോക്കാം. ജസ്റ്റിസ് വി ശശി, ജസ്റ്റിസ് N അനിൽകുമാർ, ജസ്റ്റിസ് സിറിയക് ജോസഫ്, ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി. അപ്പോൾ പുതിയ ലോകായുക്തയായി നിയമിതനാകുന്നത് വേറെ ആരുമല്ല, ജസ്റ്റിസ് N അനിൽകുമാർ ആണ് കേട്ടോ. ഉപലോകായുക്തയായിട്ട് നിയമിതനാകുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് വി ഷെർസിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരു കളർ കൊണ്ട് മാർക്ക് ചെയ്യാം. ജസ്റ്റിസ് വി ഷെർസിയാണ് ഉപലോകായുക്തയായിട്ട് നിയമിതനാകുന്നത്. പിന്നെ കേരളത്തിന്റെ ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ട്ടോ. അടുത്ത ചോദ്യം, ആസിയാൻ അംഗരാജ്യങ്ങളിലെ മരുന്ന് നിർമ്മാണ കമ്പനികൾ സംരക്ഷിത ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയ വൃക്ഷം ഏതാണ്? ആര്യവേപ്പാണ് ട്ടോ. അപ്പോൾ എന്തുകൊണ്ട് ഇതിനെ ഉൾപ്പെടുത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വംശനാശ ഭീഷണി നേരിടുന്ന ഔഷധ സസ്യങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്ത് ചെയ്തത്, ഇങ്ങനൊരു സംഭവം വന്നിരിക്കുന്നത്. അപ്പോൾ സംരക്ഷിത ഗ്രൂപ്പിൽ എന്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ആര്യവേപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംഭവം തുടങ്ങിയിട്ടുള്ളത്. ആ ഒരു ലക്ഷ്യത്തോടെയാണ്. അപ്പോൾ ആസിയാനില് ഇന്ത്യ അംഗരാജ്യമാണോ? അല്ല അല്ലെ. കാരണം ആസിയാന്റെ ഫുൾ ഫോം എന്താ? അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്നുള്ളതാണ് അല്ലെ. നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലതിൻ്റെയൊക്കെ ഫുൾ ഫോംസ്. അപ്പോൾ ഈ പറഞ്ഞ ആസിയാനിൽ പക്ഷേ ഇന്ത്യക്ക് നിരീക്ഷണ പദവിയുണ്ട്. ഓക്കെ, അങ്ങനെ നിരീക്ഷണ പദവിയുള്ള 8ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, 42ാമത് ആസിയാൻ ഉച്ചകോടിയുടെ വേദി. അഗൈൻ ആസിയാൻ എന്ന് പറഞ്ഞ സംഘടനയുടെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കറണ്ട് അഫയർ ക്വസ്റ്റൻ ആണ്. 42ാമത് ആസിയാൻ ഉച്ചകോടി എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ 2023 ആസിയാൻ ഉച്ചകോടിയുടെ വേദി എന്ന് ചോദിക്കാം കേട്ടോ. ആൻസർ ഇന്തോനേഷ്യയാണ്. അപ്പോൾ എന്നാൽ 41ാമത് ആസിയാൻ ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് കംബോഡിയയാണ്. അടുത്ത ചോദ്യം, 2024 പാരിസ്ഥിതിക പ്രകടന സൂചികയിൽ 1ാമതെത്തിയ രാജ്യം എസ്റ്റോണിയയാണ് കേട്ടോ. ഇന്ത്യയുടെ പൊസിഷൻ ഇതിൽ 176 അടുത്ത ചോദ്യം നോക്കാം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത്. ഓപ്ഷൻസ് നോക്കാം. രാകേഷ് രഞ്ജൻ, പ്രദീപ് ഷാ, എസ് കിഷോർ, ഇവരാരുമല്ല. ആൻസർ രാകേഷ് രഞ്ജൻ ആണ് കേട്ടോ. അടുത്ത ചോദ്യം, പാഠ്യപദ്ധതി. ടൈപ്പിംഗ് എറർ ഉണ്ട് കേട്ടോ. പാഠ്യപദ്ധതി എന്നാണ്. ഓക്കെ, പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി കൈറ്റ് അവതരിപ്പിച്ച സമഗ്ര പോർട്ടലിന്റെ പരിഷ്കരിച്ച രൂപം ഏതാണ് എന്നുള്ളതാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. ഏതാണെന്നറിയോ? സമഗ്ര പ്ലസ് ആണ് കേട്ടോ. അപ്പോൾ ഈ സമഗ്ര പ്ലസ് എന്ന് പറയുന്നത് 1 മുതൽ 12 വരെ ക്ലാസ്സുകളിലുള്ള മുഴുവൻ ടെക്സ്റ്റുകൾ ഉണ്ടല്ലോ, അത് ഈ പോർട്ടലിൽ ലഭിക്കും. ഓക്കെ, ഈ പറഞ്ഞ സമഗ്ര പ്ലസ് എന്ന് പറയുന്ന പോർട്ടലിൽ കുട്ടികൾക്ക് പ്രത്യേക പഠനമുറി സംവിധാനമാണ് ഇതിന്റെ സവിശേഷത. ഓക്കെ, മാത്രമല്ല കുട്ടിക്ക് കൈത്താങ്ങ് നൽകാൻ രക്ഷിതാക്കളെ സഹായിക്കുന്ന ഒരു അങ്ങനത്തെ ഒരു ഇതിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഇതിലുള്ള ഡിജിറ്റൽ കണ്ടന്റും ഒക്കെ. ഓക്കെ, അടുത്ത ചോദ്യം, 2024 ചേരിചേരാ പ്രസ്ഥാന ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതാണെന്നറിയോ? ഉഗാണ്ടയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ സംഭവങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മുൻപത്തെ
വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നാമിനെ കുറിച്ച് ചോദിച്ചിട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ലേറ്റസ്റ്റ് നടന്ന PSC എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അടുത്ത ചോദ്യം, അടുത്തിടെ സാർക്കോ എന്ന ആത്മഹത്യാ പേടകം സാർക്കോ എന്ന ആത്മഹത്യാ പേടകം അവതരിപ്പിച്ച രാജ്യം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പേടകം സാർക്കോ എന്ന് പറഞ്ഞ പേടകം ആത്മഹത്യാ പേടകം അവതരിപ്പിച്ചത് സ്വിറ്റ്സർലാൻഡ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാൽ സ്വീകരിക്കേണ്ട നടപടികളെയും മുൻകരുതലുകളെയും പറ്റിയുള്ള പുസ്തകം ഏതാണ്? ഓറഞ്ച് ബുക്ക് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അടുത്ത ചോദ്യം, ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ ഭൂമിയിൽ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ള ISRO ദൗത്യം. ഓപ്ഷൻസ്: ചന്ദ്രയാൻ 4, ആർടെമിസ്, എക്സ്പോസാറ്റ്. ഇവയൊന്നുമല്ല എന്നാണ് കേട്ടോ. ഇവയൊന്നുമല്ല. അപ്പോൾ ഇതിലെ ആൻസർ വേറൊന്നുമല്ല, ചന്ദ്രയാൻ 4 ആണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ചന്ദ്രയാൻ 4നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 2 ഘട്ടങ്ങളിലായിട്ടായിരിക്കും നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ പേടക ഭാഗങ്ങളൊക്കെ ബഹിരാകാശത്ത് വെച്ച് തന്നെ യോജിപ്പിച്ച ശേഷം ചന്ദ്രനിലേക്ക് അയക്കണം എന്നുള്ളതാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ഡോക്കിംഗ് സാങ്കേതിക വിദ്യയൊക്കെ വികസിപ്പിച്ച് വരികയാണെന്നാണ് ISROന്റെ ചെയർമാനായ S. സോമനാഥ് അറിയിച്ചിട്ടുള്ളത് കേട്ടോ. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. മാത്രമല്ല ഈ വർഷം അവസാനം തന്നെ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് എന്ന പേരിൽ പരീക്ഷണ ദൗത്യം നടത്തും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അടുത്ത ചോദ്യം, 18ാം ലോക്സഭയിലെ പുതിയ പാർലമെന്ററി കാര്യം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ് എന്നുള്ളതാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും ആരാണ്, കിരൺ റിജ്ജു ആണ് കേട്ടോ. എന്നാൽ രാജ്യസഭയുടെ പുതിയ നേതാവ് ആരാണ്? JP നഡ്ഡയാണ് കേട്ടോ. മാത്രമല്ല നിർമ്മല സീതാരാമൻ എല്ലാവർക്കും അറിയാം 18ാം ലോക്സഭയിലെ ധനകാര്യവും കോർപ്പറേറ്റ് കാര്യവും കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്തത് അല്ലെ. അപ്പോൾ ഇന്ന് നമ്മൾ 20 ചോദ്യങ്ങൾ കണ്ടു. ഇതും കൂടി കൂട്ടി നമ്മൾ ഇതുവരെ 100 ചോദ്യങ്ങളാണ് കേട്ടോ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു വിഭാഗത്തിൽ നിന്ന് മാത്രമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 100 ചോദ്യങ്ങളും ഇമ്പോർട്ടന്റ് തന്നെയാണ്. നമ്മൾ ഇനിയും കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. മാത്രമല്ല നമ്മൾ വേറെ സബ്ജക്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെ ബാക്കിയുള്ള കറണ്ട് അഫയർ ചോദ്യങ്ങൾ കാണാത്തവർ കണ്ടുവച്ചേക്കണം കേട്ടോ. അതൊക്കെ തന്നെയും ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തേലൊക്കെ നമ്മൾ റിലേറ്റഡ് ഫാക്ട്സും നല്ലവണ്ണം പറഞ്ഞു പോയിട്ടുണ്ട്. അതിൽ നിന്ന് ചോദിച്ചിട്ടുമുണ്ട് കേട്ടോ PSC എക്സാംസിന്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.